ഒരു 8 പതിറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ അതിന് താഴെ 7 പതിറ്റാണ്ടിന് മുകളിലുള്ള ജീവിതാനുഭവങ്ങൾ വിവിധ മേഖലകളിൽ ആസ് എ ബ്യൂറോക്രാറ്റ് ആൻഡ് എ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്, ആസ് ആൻ എഡ്യൂക്കേറ്റർ. അപ്പോൾ ഇതിങ്ങനെ ഈ 8 പതിറ്റാണ്ടിൻ്റെ ഇത് പരന്നു കിടക്കുന്ന അനുഭവങ്ങളിലൂടെ സാർ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ സാറിന് കുറേയധികം ഇത് പറയാൻ കാണും. പക്ഷെ അത് ഏതാനും വാക്കുകളായിട്ട് ചുരുക്കി ജനറേഷന്, ഒരു ബേബി ബൂമർ, ഞാനും സാറും ഒക്കെ ആ ഇതിൽ വരുന്ന ജനറൽ വരുന്നതാണ്. ബേബി ബൂമറിൻ്റെ ആ ഇതിൽ വരുന്ന ആൾക്കാർ, അവർ ജെൻസിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരുന്നു സാറിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്? ആസ് എ കോർപ്പറേറ്റ് ആസ് എ സിവിൽ സർവീസ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസർ, ആസ് എൻ അക്കഡമീഷ്യൻ, അല്ലെങ്കിൽ ആസ് എൻ എഡ്യൂക്കേറ്റർ, ഇതിനെല്ലാം കൂടെ ഒരു സമ്മറൈസ് ചെയ്തിട്ട് what is that you learn from all these years and what is that you want to tell them? അങ്ങനെ പറഞ്ഞാൽ സാർ എന്തായിരിക്കും പറയുക? ഉമ്മൻ സാറേ, നമ്മൾ ഈ ചിന്തിക്കുന്ന എൻ്റെ ഒരു കാലഘട്ടത്തിലെ ഒരു പറയുകയാണ് 10-20-25 വർഷം വരെ ഞാൻ അനുസരണയുള്ളൊരു കുഞ്ഞാടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അമ്മയപ്പനും പറയുന്ന പോലെ ചൊല്ലുവിളിക്ക് വളരാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് മാക്സിമം വന്നാലേ ഒരു 60-65 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷം ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, അങ്ങനെ അങ്ങ് വന്നു ചേർന്നതാണ്. നമ്മൾ ഈ ജെൻസിയെ പറ്റി പറയുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് പോകണം. മനുഷ്യവർഗം ഏതാണ്ടൊരു 3 ലക്ഷം വർഷങ്ങൾക്കായിട്ട് നിലനിൽക്കുന്നതാണ് പറയുന്നത്. എനിക്ക് പ്രൂഫൊന്നുമില്ല. അപ്പം പിന്നെ ഡ്രയോപിത്തക്കസ്, റാത്തോപിത്തക്കസ് തുടങ്ങി ഇപ്പം സാമ്യോപിത്തക്കസ് 7 എണ്ണത്തിൻ്റെ ഉണ്ട്. ഈ 7 വരെയുള്ളതിൽ 6 വരെയുള്ളവർ നമ്മളുടെ ഈ സിസ്റ്റം എഡ്യൂക്കേഷൻ ഒന്നുമില്ലായിരുന്നു. അവർ കണ്ടും കൊണ്ടും അനുഭവിച്ചാണ് പഠിച്ചു വന്നത്. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയാറുണ്ട്, എൻ്റെ അമ്മയും അപ്പനുമോ എന്നെ ആദ്യത്തെ ഒരു ജെറിക്സൺ തിയറി അനുസരിച്ച് 16 മാസത്തിനുള്ളിൽ കുഞ്ഞ് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ അമ്മയപ്പനും കാണുന്നത് കണ്ടിട്ടുണ്ട്. അവർ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അവർ വഴക്കുണ്ടാക്കുമ്പോൾ അപ്പുറത്ത് പോയിന്ന് വഴക്കുണ്ടാക്കാറുണ്ട്. അത് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരും. അപ്പം നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ജെൻസി എന്ന് പറയുന്നവർ കാണുന്നത് അമ്മയപ്പൻ ജോലിക്ക് പോകുമ്പം വിദ്യപ്പെട്ടിയുടെ TV-യുടെ മുൻപിലോ ഫോണോ കൊടുക്കുക, ഒരു 10,000 ബലാത്സംഗവും കൊലപാതകവും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ജെൻസിയെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ ഈ മനുഷ്യവർഗത്തിൻ്റെ പരിണാമം അല്ലെങ്കിൽ മാറുമ്പോഴേ നമ്മുടെ ധാരണ നമ്മളങ്ങ് ഉപദേശിച്ചാൽ ഒരാൾക്ക് ഉപദേശം ഇഷ്ടമുള്ളൂ. ഉപദേശിക്കുന്നവൻ സുഖം, കേൾക്കുന്നവൻ്റെ 2 മിനിറ്റ് കഴിയുമ്പോൾ അറു ബോറിങ്ങാണ്, അവൻ കേൾക്കാൻ ഇഷ്ടപ്പെടാറില്ല. അതാ വാസ്തവം. അതേസമയം നമ്മൾ കാണിക്കുക. ഒരു ഉദാഹരണം പറയാം. ഒരു ചെറിയ ഇൻസിഡൻ്റ് ഉണ്ടായതാ ഈ ഏതാനും 1-2 മാസമുള്ള ഡൽഹിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ പേര് മറന്നു, എനിക്ക് ഓർക്കുന്നില്ല. അവിടെ തീ വന്നപ്പം മുകളിലോട്ട് നിലയിൽ കയറി നിന്നിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം അത് 100 മീറ്റർ മാറിയുള്ള ഒരു കടക്കാരൻ ബെഡ് വിൽക്കുന്നവന്, അവന് അങ്ങേരും മകനും കൂടെ മകൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞു. അവരത് മുഴുവൻ കൊണ്ടിട്ട് അടുക്കിയിട്ടു. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ MBAയോ MCAയോ റാങ്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഇത് ഞാൻ കണ്ടതാണ്, എനിക്കറിയില്ല. ഇത് ഒരു കുഞ്ഞിനെ കാലിൽ ഇടാൻ ഒന്നുമില്ല. ആ കുഞ്ഞ് നല്ലപോലെ വരയ്ക്കും. അവൾ കാലെ ടേപ്പ് കുത്തിയിട്ട് ഒരു ഷൂവിൻ്റെ ഏതോ ഒരു വലിയ ബ്രാൻഡ് ഷൂ വരച്ചിട്ട് ഓടി, ആദ്യത്തെ പ്രൈസ് കിട്ടി. ആ കുഞ്ഞിനെ ലോകം ആദരിക്കുന്നു. ഇന്ന് തന്നെ നമ്മൾ പറയാം, ഈ പറയുന്നവർ മുഴുവനും ഞാൻ പറഞ്ഞ പോലെ എനിക്കെന്നെ കിട്ടും എന്നല്ല, എനിക്കെന്നെ കൊടുക്കുന്നതിൽ സുഖം പോയ ഒരു തലമുറയുടെ കണ്ടു വളരുന്ന അടുത്ത ജെൻസിക്ക് എന്നാ ഉപദേശം കൊടുക്കാനാണ്? നമ്മൾ മാതൃക കാണിക്കാനൊക്കെ കിട്ടും. ഇപ്പോൾ ഉമ്മൻ സാറിൻ്റെ മക്കളെ ഉമ്മൻ സാറിനെ കാണുന്നതുകൊണ്ട് അവർ നന്നാവും, അല്ല ഇല്ല. അതുപോലെ അവരെവിടെയാണ് പോകുന്നത്? ഇനി നമ്മൾ പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് പറയുകയാണെങ്കിൽ പറയാം, ഈ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിലുണ്ടല്ലോ, 12 വയസ്സിൽ ജീസസിനെ, മനുഷ്യപുത്രനായ ജീസസിനെ കാണാൻ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പോയി കണ്ടു. അമ്മ അന്വേഷിച്ചപ്പം അവൻ കൊള്ളാവുന്നിടത്ത്, അവൻ ദേവാലയത്തിലാണ്. എൻ്റെ കൊച്ചിന് നല്ല കൂട്ടുകെട്ടോ അല്ലെ നല്ല സ്ഥലത്താണ്. പിന്നെ അന്വേഷിക്കാൻ പോയില്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾ എവിടെയാണ് പോകുന്ന അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലോ. അവർ പോകുന്നു. നമ്മൾ പറയാം, ടീച്ചറെ എൻ്റെ കൊച്ച് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ടീച്ചറിന് ഏതാണ് പണി? അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടത്. വാസ്തവത്തിൽ
മാതൃകകൾ ഇന്നില്ല ഒരു വീട്ടിലും. റോൾ മോഡൽസ് ഇല്ലെന്ന സാർ പറഞ്ഞു. ആ റോൾ മോഡൽസ് ഒക്കെ വലിയ വാക്കാം. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഒരു പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല. എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാകുന്നവരിന്ന് കുറവാണ്. ഇന്ന് വിവാഹത്തിൻ്റെ 5 കാര്യങ്ങളിൽ അതിലെ ഈ പ്രൊക്രിയേറ്ററി അല്ലെങ്കിൽ ആ വിഷയസുഖത്തിലേക്കാണ് കൂടുതൽ പോകുന്നത്. ഞാൻ അല്ലേ പറഞ്ഞത്, ഇന്ന് പറയുകയാണെങ്കിൽ എല്ലാ സ്ട്രീറ്റിലും വലിയ വലിയ ഒക്കെ ഉണ്ട്. എന്തിനാ പിന്നെ ഇന്നത്തെ യങ്ങർ ജനറേഷൻ വിവാഹം വേണ്ടല്ലോ. ഇപ്പം നോക്കുക, ഞാൻ പറയുന്നതല്ലേ, നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക, ഒരു ജില്ലയിൽ മാത്രം ഇഷ്ടം പോലെ പിള്ളേരുണ്ടാകുന്നുണ്ട്, ബാക്കി കോട്ടയത്തൊക്കെ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞേ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും അവരെ ചൂനാകുന്നുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാന്ന് പറയും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഇതുപോലെ ഒരടി കിട്ടിയത് എന്നാണെന്നറിയാവോ? ഞാൻ അതുകൊണ്ടാണ് ഈ പിള്ളേരെയൊക്കെ വിളിക്കുന്നത്, ഇവിടെയുള്ളവരെയൊക്കെ മോളിൽ നിന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ അവിടെ വീട്ടിൽ അന്ന് വന്നപ്പം ഒരു ലക്ഷ്മിയുണ്ട്, എന്നെ ഞങ്ങൾ നിൽക്കാല്ലേ, ഒരൊറ്റ അടി അമ്മ വിളിയടാ ലക്ഷ്മി അമ്മയെന്ന് വിളിക്കാം, അല്ലെ ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞു. വീട്ടിൽ നമ്മളെ സെർവ് ചെയ്യുന്നവരുടെയും പ്രായത്തിനനുസരിച്ച് ബഹുമാനിക്കാൻ പഠിച്ച ഒരു തലമുറയിൽ നിന്ന് വരുന്നവർക്ക് വാല്യൂ ആണ്. അതുപോലെ നമുക്കുള്ളത് കൊടുത്തിട്ട് മോന് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായിട്ടുണ്ട് പഠിച്ചതൊന്നുമല്ല, സാറ് പറഞ്ഞ വെറും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും എൻ്റെ മെറിറ്റല്ല, എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായത് എൻ്റെ അമ്മയും അപ്പനെയും കണ്ടോണ്ടാണ് ഞാനായത് 2 സ്ത്രീകളുമുണ്ടാണ്. അറിയോ? ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ ഭാര്യയും. എൻ്റെ ഭാര്യയുടെ സാക്രിഫൈസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ MBA പഠിക്കലായിരുന്നു. അറിയാവോ? ഞാൻ ഫിലിപ്പൈൻസിൽ പോയി പഠിക്കലായിരുന്നു, സേബർ യൂണിവേഴ്സിറ്റി. ഇതാ അപ്പം ജെൻസിയോട് നമ്മൾ ഉപദേശം നിർത്തി നമ്മൾ മാതൃക കാണിക്കുക, അവരോട് ചെല്ലുക. അവരെയും കൊണ്ട് ജെൻസി പിള്ളേരെ കൊണ്ട് ഒരു ദിവസം പറ്റും, ഉമ്മൻ സാറോ ഞാനുണ്ട്, മക്കളെ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറയുക. ഒരു ക്യാൻസർ വാർഡിക്കൂടെ രാവിലെ തുടങ്ങി കയറി നടക്കുക, അവന് മനസ്സിലാവും എന്നാണെന്ന്. ഒരു ഓർഡർ പ്ലീസ് വാർഡിക്കൂടെ കയറി നടക്കുക, ഇതുപോലുള്ള 5 സ്റ്റാറിലല്ല ഒരു അനാഥാലയത്തിൽ കയറി നടക്കുക. അപ്പോൾ അവന് മനസ്സിലാവും. ഇവിടെയൊക്കെ നമ്മൾ കല്യാണത്തിൻ്റെ കണ്ടിട്ടുണ്ടോ? എന്നാ മാത്രമേ കാണുന്നത്? ലോകത്തിലുള്ള മുഴുവൻ എന്നാ കല്യാണം എന്ന് പറയുന്നത്? അതെല്ലാം കൂടെ വെട്ടി വിളിച്ച് കളയുക. ഞാൻ സാറിനെ ബോർ ചെയ്തു, ഞാൻ സാറിൻ്റെ കേൾക്കട്ടെ, സാറിൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ സാറ് പറഞ്ഞ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആണെങ്കിൽ ഈ സാറ് പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിൽ നമ്മൾ കണ്ടു വളർന്നു, അപ്പനെയും അമ്മയും കണ്ടു വളർന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ കണ്ടു വളർന്നു. ഇതൊന്നുമില്ലാത്ത ഒരു തലമുറ ഇനി വരുന്നത്, അല്ലെങ്കിൽ ജെൻസി അടുത്ത തലമുറ ആൽഫയുടെ ഘട്ടത്തിൽ വരുമ്പോൾ എന്തോ ആയിരിക്കും. ജെൻസി കഴിഞ്ഞിട്ട് വീണ്ടും വരുവാണ് ആൽഫ. അതെന്തിനാ ഒമേഗ വരെ ആൽഫ. അവര് പഠിക്കാൻ പോകുന്നത് എൻ്റെ അനുഭവത്തിൽ തട്ട് കിട്ടുമ്പോഴാണ്. ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ അങ്ങ് ചെല്ലുമ്പോൾ ഒരൊറ്റ ചവിട്ട് കിട്ടുമ്പോൾ അവന് പിടി കിട്ടില്ല അല്ല എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അതാണ്. പണ്ട് പണിഷ്മെന്റിന്റെ ഗുണം ഉണ്ടായിരുന്നു. പണിഷ്മെന്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, മാതൃകകൾ കാണാൻ ഇന്ന് കുറവാണ്. പൊളിറ്റിക്സ് ആകട്ടെ, ഇതെന്താ പൊളിറ്റിക്സ്? റിലീജിയന് നോക്കേ, അതെ, റിലീജിയൻ ഇത് പറയുമ്പോഴത്തേക്കിന് വലിയൊരു സംശയം എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ വരാറുണ്ട്. റിലീജിയൻ എന്ന് പറയുന്നത് ദൈവസ്നേഹം എന്ന് പറയുന്നതാണോ റിലീജിയൻ, അല്ലെങ്കിൽ മതത്തോടുള്ള ആഭിമുഖ്യമാണോ, മതത്തോടുള്ള സ്നേഹമാണോ, ദൈവത്തോടുള്ള സ്നേഹമാണോ എന്നൊരു കൺഫ്യൂഷൻ, എവിടെയോ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ അനുഭവത്തിൽ അത് എന്താണെന്ന് എനിക്ക് തോന്നാത്ത കാര്യം, എനിക്ക് തിരിച്ചറിവാകുന്ന വരെ എല്ലാ പ്രാർത്ഥനകളും കാണാൻ പഠിച്ചു, എന്നാൽ അതിൻ്റെ അർത്ഥം അറിയത്തില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ലോർഡ്സ് പ്രേയറിൻ്റെ സെക്കൻഡ് ഹാഫ് ഉണ്ട്, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ എന്നാണ് അതിനകത്തുണ്ട്. ഞങ്ങളോട് ഇപ്പം തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നെങ്കിൽ നാളെ ഞങ്ങളൊരു കാര്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ തട്ടപ്പെട്ടാലും അത് സമയത്തോടെ കാണാമെങ്കിൽ ഞങ്ങൾ എന്നുള്ളത്. അതാണ് എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയാണ്. ഒരു നല്ലൊരു അടി കിട്ടുന്നത് എൻ്റെ വലതേ കൊടുത്തത്, ഉമ്മൻ സാറിന് ആ വലതേ കൊണ്ട് എൻ്റെ ബാക്ക് ഹാൻഡല്ല അടിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്കൊരു നല്ല അടി കിട്ടി. എവിടെ നിന്നാണ് കിട്ടിയത്? പുറയുന്നാണ് കിട്ടിയത്. പുറയുന്ന കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു പറയാം, സഹോദര നിൻ്റെ ആവശ്യം തീർന്നില്ല. ഇവിടെ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അങ്ങനെ ലോകത്തിൽ? ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞില്ല ശരിയാ, ക്രിസ്ത്യൻ സഭകളിലേക്ക് കൊണ്ട് നമ്മൾ മാതൃകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വേണമല്ലോ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു മത നേതാവ് പറയുക
നിനക്ക് 5ാമത്തെ 6ാമത്തെ കൊച്ചുങ്ങളെ ഞങ്ങൾ ദത്തെടുക്കാമെന്ന് പറയുന്നതിൽ എന്തു സുഖ? നിനക്ക് 5ഉം 6ഉം 1ാമത്തെ 2ാമത്തെ ഇഞ്ഞ പോരട്ടെന്ന് പറയാൻ ഇല്ലല്ലോ. ഇല്ല. എന്നിട്ട് കാപ്പിക്കുരുവിനെ മുളകിനെ വില കൂട്ടി തന്ന് അവന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആ മതത്തിൽ എങ്ങനെ ഞാൻ വിശ്വസിക്കും? അതുപോലെ ഇന്നത്തെ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ പിന്നെ ആൽപ്പാട്ടച്ചൻ, ഫ്രാൻസിസ് ആൽപ്പാട്ടച്ചൻ കാണിച്ചത്, അദ്ദേഹമാണ് ഒരു വലിയ കാര്യമായിട്ട് കാണിച്ചത്. ഇന്ന് ഡെഡ് ബോഡി മാഫിയ ആന്ധ്രാപ്രദേശിലുണ്ട് ഏറ്റവും കൂടുതൽ. അതായത് ഇന്ത്യയിലെ 510ഓളം മെഡിക്കൽ കോളേജുകളുണ്ട്, പലതായിട്ട്, ഗവൺമെൻറ്റും പ്രൈവറ്റും ഒക്കെ ആയിട്ട്. ഹോമിയോ 456 ഉണ്ട്, ഹോമിയോ ഉണ്ട്. പിന്നെ സിദ്ധയൊക്കെ ഏതാണ്ട് ഒരു 1200ഓളം മെഡിക്കൽ കോളേജുണ്ട്. നേഴ്സിംഗ് സ്കൂളും നേഴ്സിംഗ് കോളേജും കൊണ്ട് 10,000 സിസ്റ്റമുണ്ട്. ഫിസിയോതെറാപ്പിയാണ്. ഇവർക്കൊക്കെ മനുഷ്യശരീരം പഠിക്കണം. അത് ബൊമ്മ വെച്ചോ പിന്നെ വീഡിയോയിലോ കാണിക്കുക അല്ല. കിട്ടണമെങ്കിൽ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർ ചെയ്യുന്നവരും കൂടെ ഇത് കാണിച്ചിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അടക്കാതെ ഇതാ മരിക്കുന്നവർ ഡെഡ് ബോഡി കൊടുക്കാൻ അവർ വില്ലിങ്ങാണ് കൊടുക്കുകയാണെങ്കിൽ എത്രയോ നന്നായിട്ട് പഠിച്ചതന്നെ അനാറ്റമി. എൻ്റെ മകൾ അനാറ്റമിയുടെ പ്രൊഫസറാണ്. അവൾ പറഞ്ഞിട്ടുണ്ട് അന്ന് പഠിച്ചെടുത്ത് ഡെഡ് ബോഡി കിട്ടാനില്ല, എന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടായിരുന്നു പഠിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതാണ് കാര്യം. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് സാറി ചോദിച്ച് മതത്തിൽ നിന്ന് എന്നാ കിട്ടുന്നേ? ഏതൊരു മതമേലധ്യക്ഷൻ ഒരു ഏത് മതം എടുക്കട്ടെ, ഹിന്ദു മതമോ ക്രിസ്ത്യൻ മതമോ മുസ്ലിം മതമോ ജൈന മതമോ ഒക്കെ, ഈ മതമേലധ്യക്ഷന്മാരിൽ 5% ദാരിദ്ര്യം അറിഞ്ഞവരുണ്ടോ? കിരീടവും ചെങ്കോലും അരമനയല്ലാതെ ഈ ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി പുതിയ പള്ളിയുണ്ട്, അല്ലെ ലൂർദുണ്ട്, അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി, വിശ്വാസം അനുസരിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിന് വേണ്ട കൊട്ടാരത്തിൽ ജനിക്കുമല്ലായിരുന്നോ? ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നദിയിലൂടെ ഒഴുക്കി വിട്ടു ഒരു കുഞ്ഞിനെ. അതെനിക്കറിയില്ല. ഞാൻ കേട്ടിരിക്കുന്ന കഥ ഇങ്ങനെയാണ്. ഒരു സുന്ദരനായ കുഞ്ഞിനെ കൊല്ലാൻ കഴിയാനായിട്ട് നദിയിലെല്ലാം ഞാങ്ങണത്തൊരു വിട്ടു. അവിടെ വന്ന് കയറിയപ്പോഴത്തേനും മക്കളില്ലാഞ്ഞ ജോച്ചബെഡിനെ അതിൻ്റെ പുഞ്ചിരി കണ്ടപ്പോൾ എടുത്തു, ഉമ്മ കൊടുത്തു. ആ കൊല്ലുന്ന രാജാവിന് ഫറവോട് എന്ന് പറഞ്ഞു എനിക്കില്ല. അപ്പോൾ ഒരു രാജകൊട്ടാരത്തിൽ എല്ലാ അടവുകളും പഠിച്ചതാണ് ചെതറിപ്പോയ ഒരു ജനത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. ഇനി എന്തിനാ അത് പറയുന്നത്? അതുപോലെ വേറെ ഒരു സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചു, സൂര്യഭഗവാനെ അങ്ങേ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ കുന്തി ഗർഭിണിയായത്. എന്നിട്ട് അതിനെ നദിയിലെറിഞ്ഞു. പോയിട്ട് പിന്നെ ആരായി? അംഗരാജാവാക്കി. ആരെ? ദുര്യോധനൻ ഇല്ലേ? അവിടെ അദ്ദേഹത്തിന് അറിയായിരുന്നു, പക്ഷെ സഹായിക്കാനേ പോയത്. സാർ, എൻ്റെ ഒരു സംശയമാണ്, ആ തിരസ്കരണം ഇപ്പൊ പറഞ്ഞ സൂര്യഭഗവാനിൽ നിന്നുണ്ടായ കുഞ്ഞിന്റെ തിരസ്കരണം പിന്നെ അതൊരു വലിയ യുദ്ധത്തിന് വഴിവെച്ചിട്ടില്ലേ? വലിയൊരു യുദ്ധത്തിന് വഴിവെച്ചത് ആ തിരസ്കരണം. ഇതൊക്കെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈബിൾ കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും 4 വേദങ്ങളും 108 ഉപനിഷത്തുകളും പിന്നെ എല്ലാം, ഇനി ഇസ്ലാമിൻ്റെ ആണെങ്കിലും നമ്മുടെ മുഹമ്മദ് നബി പോയെന്ന് പറഞ്ഞ ഇതെല്ലാം കഥകളാണ്. ഇതൊക്കെ ഈ കഥകളെ എടുത്തിട്ട് അത് മുഴുവൻ, ഈ കഥകളൊക്കെ മെനയതൊക്കെ താഴെയുള്ളവരാ. കാളിദാസൻ പറയുകയാണെങ്കിൽ ലോവർ കാസ്റ്റാ. ഒരു മൂർത്തിയെങ്കിലും ബ്രാഹ്മണൻ ഉണ്ടാക്കിയത് ഏതെങ്കിലും സ്ഥലത്തുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാക്കി പുണ്യാൻ തള്ളി കഴിയുമ്പോൾ അവന് 7 അയലത്ത് പോയി നിൽക്കണം. അവന് അല്ലാതെ തന്നെ കാര്യം. അത് പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഇത് ഈ കാരണം ദുര്യോധനന്റെ കാര്യം പറഞ്ഞു, ഈ തിരസ്കരണം. അവിടെ ഒരു അധ്യാപകന്റെ റോളും ഉണ്ട്. മതത്തിന്റെ അധ്യാപകൻ എന്ന് പറയുന്നത്, അധ്യാപകൻ നല്ലതായിരുന്നെങ്കിൽ ആ വിരൽ മുറിച്ച് ചോദിക്കത്തില്ലായിരുന്നു. അതിനേക്കാളും ഉപരി അല്ല, ഈക്വൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒരേപോലെ കാണണം എന്ന് പറയുന്ന അധ്യാപകൻ ഒരു മത്സരത്തിന് വന്നപ്പം നീ ശൂദ്രനാണ്, മാറി നിൽക്കേ എന്ന് പറയുമായിരുന്നു. അവിടെ അങ്ങനെയല്ല. ഈ വിദ്യാർത്ഥി അധ്യാപകന്റെ ക്ലാസ്സിൽ ഇരുന്നല്ല പഠിച്ചത്, ഒളിച്ചിരുന്ന പഠിച്ചത്. അതാണ്. അതൊരിക്കലും നേരെ ചെയ്യാന്നോണ്ടാണ്. എനിവേ അത് ഡിഫറെന്റ് തിങ്. ഞാൻ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിബേറ്റ് ചെയ്തു. ജെൻസി പിള്ളേരെ കാണിക്കണമെങ്കിൽ ഇനി എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് തട്ടും മുട്ടും കിട്ടിക്കഴിയുമ്പോൾ, അപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ തന്നെ പൊളിറ്റിക്സിൽ ജ്വലിച്ചു നിന്ന ഒരാളുണ്ട്, എന്താ തൈക്കൂട്ടോ പാങ്കൂട്ടോ എന്നോട്. ആ ഒരൊറ്റ കേസ് കൊണ്ട് ഇടിച്ചിരുത്തിയാണ് അവൻ കയറി വന്നു കഴിഞ്ഞാൽ
പോവും. അപ്പൊ ഒരു തട്ട് കിട്ടിയപ്പം അവൻ ഇനിയും കാത്തിരിക്കുക, തട്ട് കിട്ടാത്ത അവൻ പോയിട്ടില്ല. അവനെ പോലെയുള്ളവർ കയറി വേണം ഏത് താറയിലും. ഞാൻ പറഞ്ഞേ നമ്മൾ കോർ ഏരിയയിൽ ഒന്നും പോയില്ല, ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ വരികയായിരുന്നു. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വരും തലമുറയ്ക്ക് കാണിക്കാൻ ഇതൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല. പറയാൻ കേൾക്കാനിരിക്കണം, അതൊരു വലിയ കാര്യമാണ്. ഞാൻ എഴുതിയ പുസ്തകത്തിലെ മുഴുവൻ എൻ്റെ ജീവിതാനുഭവമാണ്, പച്ചയായത്. അതിനകത്തോണ്ട് ഞാൻ പിന്നെ ഒരു ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. അവിടെ പക്ക ബിസിനസ് ആയപ്പോൾ എനിക്ക് വിഷമം തോന്നി. അത് തന്നെയല്ല, അതിൻ്റെ മുതലാളി ഞാനുമായിട്ട് ഒട്ടും പേടിക്കാതെ തന്നെ പറഞ്ഞു, മനസ്സിലായി പറഞ്ഞു, ഒരു കാര്യവും ഇല്ലാതിരിക്കുന്നത് എന്താണെന്ന് പറയാം. ഞാൻ ഇന്നേ പണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യം നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കിയേ, താഴോട്ട് നോക്കിയേ, കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്നിട്ട് പിന്നെ ആന്ന് വെച്ചിട്ട് ഈ ഷൂ ഡ്രൈവറുമായിട്ട് ആന്ന് വെച്ച് നാക്ക് നോക്കുമായിരുന്നു, ഇല്ലേ, ഇങ്ങനെ നോക്കുമായിരുന്നു, വെച്ച് കൊട്ടുമായിരുന്നു. എന്നിട്ട് കഴിയുമ്പോൾ ഡോക്ടർ മിക്കവാറും മനസ്സിലാകുമായിരുന്നു. ഇന്ന് ഒരൊറ്റ ഡോക്ടറും മനുഷ്യർ തൊടുകയില്ല. അപ്പുറത്ത് നിന്ന് കേട്ടിട്ട് പറയും, മേലെന്ന് പറയും, ഞാൻ ഇവിടെ ഒന്ന് വീണായിരുന്നു, പറഞ്ഞ മനസ്സിലായി ഇവിടെ. അപ്പോൾ ഇവിടെ കറക്റ്റായിരുന്നു, ഇവർ ഇപ്പം കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നല്ല, നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇല്ല. അതിനാ ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് ആദ്യം ഒപ്താൽമോളജിസ്റ്റ് കണ്ടി, ഒപ്താൽമോളജിസ്റ്റ് ഉടനെ 1000 രൂപ കൊടുത്തു. ക്രോസ് റെഫറൻസ് അടുത്തയിലേക്ക് പോകും. തലയ്ക്കൊന്നും അറിയാൻ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ന്യൂറോളജിസ്റ്റും കഴിഞ്ഞപ്പോൾ അവരുടനെ എഴുതും, നമുക്കിപ്പോൾ ഒരു MRI എടുക്കും തലയുടെ. പിന്നെ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ 24 മണിക്കൂർ ഒബ്സർവേഷൻ കിടത്തി വരുമ്പോൾ ഒരു 35,000 രൂപ. ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പയ്യെ സുഖമായിട്ട്, എനിക്കറിയായിരുന്നു ഒന്നും പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിനോട് ചോദിച്ചു, അങ്കിളെ 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു ചുക്കും വരികയില്ല, പിന്നെ പോയതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടാണ് ഇന്ന് പല ആശുപത്രിയും ജീവിക്കുന്നത്. പിന്നെ എന്നാ മാതൃകയാ. ഇന്നിപ്പം പറയാൻ MBBS പഠിക്കണമെങ്കിൽ ഒരു മെറിറ്റ് കിട്ടുന്നത് വളരെ കുറവ്, അല്ലാത്തവർക്ക് കൊടുക്കുന്നത് MBBS പാസ്സാകണ മിനിമം ഒരു 50 ലക്ഷം രൂപയിൽ വേണം ഫീസ് ഒക്കെ. അത് കഴിഞ്ഞാൽ MBBS ആയിട്ട് അടുത്ത ആരാ പോകുന്നത്, അവന് പിന്നെ പോകണേ പിന്നെയും കൊടുക്കണം. 1.5 കോടി പോകുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവന് തോന്നുന്നു ഉമ്മൻ സാറിന് ഇത്ര പ്രായി 2 കിഡ്നി എന്താന്ന് തോന്നുന്നിടത്ത് വിറ്റ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവൻ്റെ മുടവ് അവനെ എങ്ങനെ കുറ്റം പറയും? ഞാൻ ചോദിക്കുന്നത്, പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് പുതുതായിട്ട് അല്ല, അപ്പൊ പിന്നെ അപ്പം ചെയ്യുന്നതിനറിയാം ബുദ്ധിയുള്ളവരെ. ഇന്ന് ഇന്ത്യയിലുള്ള IAS IPS സിവിൽ സർവീസിലുള്ളതിൽ 23% ഡോക്ടേഴ്സാണ്. കാരണം MBBS കഴിഞ്ഞ് അവൻ മോളിൽ പോകണ പഠിക്കുന്നതിൻ്റെ പകുതി പഠിച്ചാൽ അവന് സിവിൽ സർവീസ് കിട്ടും. ബുദ്ധിയുള്ളവരെ ഇവിടെ തന്നെ നോക്കാൻ. പിന്നെ വാസുകി, പിന്നെ പിണറായി, എങ്ങനെ അവർ വന്നു കഴിയുമ്പോഴത്തേനും അധികാര കേന്ദ്രത്തിൽ വണങ്ങി നിൽക്കുന്നവരുണ്ട്. അത് മിടുക്കനാ, ഡോക്ടേഴ്സ് അധികവും. കേരളത്തിൽ തന്നെ IAS-കാരിലെ ഏതാണ്ട് 1/3 ഡോക്ടേഴ്സാണ്. അപ്പം അതാ കാര്യം. അപ്പം വാല്യുള്ളവരൊക്കെ അങ്ങനെ പോകുന്നുണ്ടാവും. സാർ, സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഡിവൈറ്റ് ചെയ്തു തിരിച്ചു വന്നു വലിയൊരു നീണ്ട ക്രിസ്പായിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആ മെസ്സേജ് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും എന്ന് ബോധ്യം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഷാൽ വി കൺക്ലൂഡ് ഈ സെഷൻ? തീർച്ചയായിട്ടും ഷാൽ വി കൺക്ലൂഡ് ആൻഡ് ലെറ്റ് us hope for the next. അടുത്ത വേറൊരു നല്ലൊരു എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കുഞ്ഞുങ്ങളെ എക്സ്പോസ് ചെയ്യുക ഓരോ സിറ്റുവേഷനിൽ. പിന്നെ ഈ ദൊലാഖ്യ എന്ന് പറയുന്ന ഡയമണ്ട് കിങ് അയാളുടെ മകനെ കൊച്ചി കൊണ്ട് വിട്ടിട്ട് ഈ അന്യസംസ്കൃതികളോട് ജീവിച്ചു. അവൻ അറിയാതെ 2-3 പേരെ വെച്ചിരുന്നു. എക്സ്പോസ് ചെയ്യുക, അവരെ ഏറ്റവും ബുദ്ധിമുട്ട് ജീവിപ്പിക്കാൻ എക്സ്പോസ് ചെയ്യാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ കയറി വരും. അല്ലാതെ ശ്രീമാന്മാർ പോകുമ്പം അങ്ങ് എന്തേലും പൊക്കത്തിൽ നിന്നാണ് അത്ര അകാലത്തിൽ പോകും, അതാണ്. പക്ഷേ ഇന്ന് കണ്ടായിരുന്നോ ഈ നമ്മുടെ ഈ ഇതിൽ ഏറ്റവും അവരെ 50% ഇനി തുടങ്ങി പിന്നെ ഇത് റോബോട്ട്സിനെ നിയമിക്കാൻ മിനിയാത്തെ പത്രത്തിൽ കണ്ടായിരുന്നു. ഞാൻ പേര് മറന്നുപോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ, കാരണം ഇവരുടെ ആവശ്യമില്ല. ഇന്ന് തന്നെ അടുക്കളയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. മനുഷ്യരുടെ പണി പോകാന്ന് കരുതി കുഞ്ഞുങ്ങൾക്കറിയാം. പണ്ട് വള്ളക്കാരുടെ പണി പോകുമെന്ന് പറഞ്ഞ് പാലം പണി, പക്ഷെ വള്ളക്കാരുടെ പണി പോയില്ല, അവരതിൻ്റെ മുകളിലോട്ട് പോയി. ഉഴുതുകാർ പോകുന്നു. അപ്പം പിള്ളേരെ സാഹചര്യത്തിൽ കയറി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉമ്മൻ സാറിനും എനിക്കും കാണിക്കാവുന്നതെന്ന് പറഞ്ഞാൽ
നമ്മുടെ മക്കളെ മാതൃകയുള്ള മക്കളാക്കുമ്പോൾ അവരെ കണ്ട് മറ്റുള്ളവർ താങ്ക് യു വെരി മച്ച്, സർ.